2025 സെപ്റ്റംബർ മാസം ഈ പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ് ഈ വിഷയം ഉടലെടുക്കുന്നത്. ഞാനിതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണം ഇപ്പോഴത്തെ സർക്കാരിനെതിരെയും ഇപ്പോഴത്തെ പ്രസിഡന്റിനെതിരെയും ഉണ്ടാവുന്നത്? ഒരു വാദം പറഞ്ഞാൽ മനസ്സിലാവും. കാരണം വേണ്ടത്ര ഡോക്യുമെൻ്റുകൾ സൂക്ഷിക്കുന്നതിൽ എല്ലാ കാലത്തെയും സർക്കാരും എല്ലാ കാലത്തെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കോടതി ആദ്യം നടത്തിയ നിരീക്ഷണത്തിൽ മനസ്സിലാവുന്നത്. 99 മുതലുള്ള രേഖകൾ, അത് കൃത്യമായ ഇൻവെൻട്രി, ഇതൊന്നും തന്നെ ശബരിമലയിൽ കാണാനില്ല എന്നുള്ളതാണ്. ഇത് എന്നു മുതൽ കാണാനില്ല എന്നോ ഏത് കാലഘട്ടത്തിലാണ് ഇത് കാണാതെ പോയതെന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ രേഖകൾ കൃത്യമായി സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് മുൻകാലങ്ങളിലെയും ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തവരുടെയും വീഴ്ചയായിട്ടാണ് ഞാൻ ആ കോടതി വിധിയിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഇതിലേറെ ശ്രദ്ധേയമായ കാര്യം, ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം മുഴുവൻ ഇപ്പോഴിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെയും ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെയുമാണ്. അതിൻ്റെ ലോജിക്കാണ് എനിക്ക് പിടികിട്ടാത്തത്. നിങ്ങൾക്കത് വിശദീകരിക്കാൻ പറ്റിയാൽ നന്നായിരിക്കും. ഒരൊറ്റ കാരണമല്ലാതെ. അതിലെന്താണ്? ഇതിൽ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറെ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന സമയത്തിന് കുറച്ചു മുമ്പ് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ടു മുമ്പ് ഫോണിൽ ബന്ധപ്പെടുകയും ഈ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതല്ല ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് 2025 സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നത്? അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ആരാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്? 16/6/2023 ശബരിമലയിലെ തന്ത്രി ഈ ശ്രീകോവിലിൻ്റെയും ഗണപതി നടയുടെയും ഒക്കെ ഒപ്പം ദ്വാരപാലക കവചങ്ങളുടെയും ഒക്കെ പാളിയിൽ ചില അപാകതകൾ ഉള്ളതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അതിൻ്റെ കാരണമായി പറഞ്ഞിരുന്നത് എങ്ങനെയാണ് സ്വർണം വാങ്ങുന്നതെന്ന് ചോദിച്ചല്ലോ. അതിന് ചോദിക്കേണ്ടത് ശബരിമലയിലെ തന്ത്രിയോടാണ്. തന്ത്രി കൊടുത്തിരിക്കുന്ന ഒരു കത്താണ് പ്രശ്നം. തന്ത്രിയാണ് ഈ വിഷയം ഉന്നയിക്കുന്നത്. എന്താണ് തന്ത്രി പറയുന്നതിൻ്റെ കാരണമായി തന്നെ പറയുന്നുണ്ട്. കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സന്നിധാനത്തേക്ക് വലിച്ചെറിയുന്ന നാണയങ്ങൾ, സന്നിധാനത്ത് ശബരിമലയിൽ ശ്രീകോവിൽ പോയി അഭിഷേകം നടത്തി തിരിച്ചു കൊണ്ടുവരുന്ന നെയ്യഭിഷേകം നടത്തിക്കൊണ്ടുപോകുന്ന പാട്ടത്തട്ടിയും ഈ നാണയങ്ങൾ എറിഞ്ഞും ഭക്തരുടെ കരസ്പർശമ ഏത് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ അടുത്ത് നിൽക്കുന്ന സമയത്ത് അങ്ങനെയും ഒക്കെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ മങ്ങലുണ്ടാകുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങൾ തൊടാൻ പാടില്ല. ദ്വാരപാലക ശില്പമാലകളിൽ ഈ പറയുന്ന പാട്ട തൊടുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീകോവിലിൻ്റെ നടയുടെ തൊട്ട് താഴെ ഈ പറയുന്ന കൈകൾ സ്പർശിക്കുന്നുണ്ട്. അതൊക്കെ സംഭവിക്കുന്നതാണ്. അതൊക്കെ പുറത്ത് കട്ടളയിലും ഇതേപോലെ ഈ നെയ്യഭിഷേകത്തിൻ്റെ ഇത് ഞാൻ പറഞ്ഞാൽ ഇത് തന്ത്രി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് മങ്ങൽ വന്നു എന്നത് കണ്ടെത്തിയതാണ്. തന്ത്രിയാണ് ഇത് കണ്ടെത്തുന്നത്. ഇതിന് മങ്ങലുണ്ട് എന്ന് കണ്ടെത്തുന്നതും ഇതിന് അപാകതകളുണ്ടെന്നും അതിൻ്റെ ഡോറിന് അപാകത ഉണ്ടെന്നായിട്ടും കണ്ടെത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ്. അതിവിടെ മാത്രമല്ല, ഗണപതിയുടെ കോവിലിൻ്റെ നടക്കാണെങ്കിലും ശ്രീകോവിലിൻ്റെ ഡോറിനാണെങ്കിലും ദ്വാരപാലക കവചത്തിലും അങ്ങനെ കേടുപാടുകൾ സംഭവിച്ചുവെന്ന് തന്ത്രി 16/6/2023 പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഈ ദേവസ്വം ബോർഡ്, ഇപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധം നടത്തുന്ന ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അവിടുത്തെ ഭരണസമിതിയും എടുത്ത തീരുമാനം മാനുവൽ പ്രകാരം അത് ചെയ്യണം എന്നുള്ളതാണ്. ആ മാനുവൽ പ്രകാരം ചെയ്യുന്നതിൻ്റെ ഭാഗമായി 7/9/2025 ഉച്ചകഴിഞ്ഞ് ഈ കവചങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അഴിച്ചെടുത്ത് തൂക്കം വളരെ കൃത്യമായി രേഖപ്പെടുത്തി മഹസർ വളരെ കൃത്യമായി തയ്യാറാക്കിയാണ് 2025 അത് കൊണ്ടുപോകുന്നത്. അതിന് തൊട്ടു മുമ്പ് തന്ത്രിയുടെ അടുത്ത് ദ്വാരപാലക കവചം നന്നാക്കുന്ന സംബന്ധിച്ചുള്ള അനുവാദം തന്ത്രവിധി പ്രകാരവും വാങ്ങുന്നുണ്ട്. അപ്പോൾ തന്ത്രിയുടെ അനുവാദം വാങ്ങി അതിനുശേഷം മഹസർ കൃത്യമായി മാനുവൽ പ്രകാരം തയ്യാറാക്കി ഈ ദ്വാരപാലക ശില്പങ്ങളുടെയും മറ്റും കൃത്യമായ ഭാരം 2019 രേഖപ്പെടുത്തിയ ഭാരവും ഇപ്പോൾ ഉള്ള ഭാരവും അതിനുശേഷം അത് കൊണ്ടുപോകുന്ന സമയത്ത് രേഖപ്പെടുത്തിയ ഭാരവും കൃത്യമായി തയ്യാറാക്കി അതിനുശേഷം 8/9/2025 ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, വിജിലൻസ് ഓഫീസർ, വിജിലൻസ് സബ് ഇൻസ്പെക്ടർ, പിന്നെ യൂണിഫോം ധരിച്ചിരിക്കുന്ന ഗാർഡുമാർ, ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ മാനുവലിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. അപ്പോൾ കോടതിയിൽ പോയ പരാതി കേൾക്കൂ. അപ്പോൾ കോടതിയിൽ വന്ന പരാതി എന്താ? കോടതി നിയോഗിച്ച ഒരു സ്പെഷ്യൽ കമ്മീഷണറുണ്ട്. ആ സ്പെഷ്യൽ കമ്മീഷണറെ ഈ വിവരം മുൻകൂട്ടി അറിയിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ഫോൺ വിളിച്ച് ഈ സ്പെഷ്യൽ കമ്മീഷനെ അറിയിച്ചിരുന്നു എന്ന വിവരം ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് അറിയിച്ചു. അതിനെ തുടർന്നാണ് കൊണ്ടുപോയ ദ്വാരപാലക കവചം തിരികെ കൊണ്ടുവരാൻ ഹൈക്കോടതി എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടി ഉത്തരവിട്ടതും അതിൻ്റെ പേരിൽ കോടതിക്ക് ഇപ്പോൾ കേസില്ല. കോടതിക്ക് അതിൻ്റെ പേരിൽ ഈ ദേവസ്വം ബോർഡിനെതിരെ ഒരു വിയോജിപ്പുമില്ല. ആദ്യം ഉണ്ടായിരുന്ന ഈ ചോദ്യം ചോദിച്ചു, ഇത് കമ്മീഷൻ അറിഞ്ഞു.
പക്ഷെ അറിഞ്ഞത് വൈകിയാണ് അറിഞ്ഞത്. ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പ് ഫോണിൽ അറിയിച്ചു. രണ്ടാമത് രേഖാമൂലം ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന ദിവസം തന്നെ ശബരിമലയിൽ നിന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ ദേവസ്വം ഹൈക്കോടതിയുടെ കമ്മീഷണർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് രേഖാമൂലം വിവരം അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിലും ഭദ്രമാണ്. അപ്പോൾ ഇവിടെ എവിടെ വീഴ്ച വീണത്? മാസ്റ്റർ തയ്യാറാക്കിയില്ലേ? തയ്യാറാക്കി. ഇത് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയത് ആരുടെ നിർദ്ദേശപ്രകാരം? തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. തൂക്കി നോക്കിയോ? തൂക്കി നോക്കി. വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്പോൺസറെ വിളിച്ച് ഒറ്റയ്ക്ക് കൊടുത്തു വിടുകയാണോ ചെയ്തത്? അല്ല. സ്പോൺസറെ വിളിച്ചു. സ്പോൺസർ പറഞ്ഞു ഞാൻ വരാൻ തയ്യാറാണ്, ഞാനിത് കൊണ്ടുപോകാൻ തയ്യാറാണ്. 2019 ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയി, അതുകൊണ്ട് 2025 ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ തയ്യാറാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം ശ്രദ്ധേയമായ തീരുമാനമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊണ്ടുപോകണ്ട എന്ന് തീരുമാനിച്ചു. പകരം ഈ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ കൊണ്ടുപോകണം. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടി, അത് ഭാരിച്ച ചെലവുകളുള്ള പരിപാടിയാണ്, ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകാം 2019 എന്ന് ആവർത്തിച്ചു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്തിനു വിളിച്ചു എന്നതാണ് അടുത്ത ചോദ്യം. 40 വർഷത്തെ വാറണ്ടി 2019 ഈ സ്മാർട്ട് ക്രിയേഷൻസ് കൊടുത്തിരിക്കുന്നത് അന്ന് സ്പോൺസർ ചെയ്ത് പൂശിയ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയ ദേവസ്വം ബോർഡിന് ഈ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ഈ വിവരം വിളിച്ച് ആരായേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ അല്ല ദേവസ്വം ബോർഡിന്റെ ആരോപണം ഉണ്ടായാൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് പോയിട്ടാണ് പ്രതിഷേധത്തിന്റെ സ്വഭാവം എന്താണ്? നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സോളാർ കേസ് സഭയിൽ ചർച്ച ചെയ്യാം, ദിവസങ്ങളോളം ചർച്ച ചെയ്യാം. സോളാർ കേസ് ചർച്ച ചെയ്യുമ്പോൾ വീട്ടിലേക്കല്ല മാർച്ച് നടത്തിയത്. സോളാർ കേസ് ചർച്ച ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെയും ഓഫീസിലേക്കും പ്രശാന്ത് ഗോപാലകൃഷ്ണന്റെ കാലത്ത് അഴിമതിയാണ് പോകുന്നത്. അപ്പൊ പി എസ് പ്രശാന്തിന്റെ കാലത്ത് അഴിമതിയാണോ വന്നിരിക്കുന്നത്? കഷ്ടം. അങ്ങോട്ടൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. 9 വർഷം ഭരിച്ച് 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ സ്വർണ്ണം പോയിട്ട് കിലോ ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണ്ണം പോയിട്ട് കണക്ക് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ ആവശ്യത്തിലുള്ള അങ്ങ് പറയും. എന്റെ ചോദ്യത്തിൽ പറയൂ. 2015 പി എസ് പ്രശാന്തും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ദ്വാരപാലക കവചവുമായി ബന്ധപ്പെടുത്തി നടത്തിയ ഒരു വീഴ്ച പറയൂ. 1, 2, 3. അയ്യോ, അങ്ങ് തരുന്ന സെക്കൻഡ്സ് എന്താ നോക്കണേ. 2019 ഇങ്ങനെ ഒരു ക്രമക്കേട് നടന്നിട്ടില്ല. എന്റെ അതായത് പിണറായി വിജയൻ ബസ്സിൽ പോയതുപോലെ മുന്നിലേക്ക് മാത്രം നോക്കിയാൽ മതി. കൊണ്ടുപോകുന്നതിന് ആകെ സംഭവിച്ച ഒരേ ഒരു വീഴ്ച അത് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നതാണ്. ഹൈക്കോടതിയുടെ കമ്മീഷണറെ ഈ വിവരം പിന്നീടാണ് അറിയിച്ചത്. അതായത് കൊണ്ടുപോകുന്ന സമയത്താണ് അറിയിച്ചത്. അതല്ലാതെ വേറെ ഏതെങ്കിലും വീഴ്ചയുണ്ടോ? അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ അവിടെ തുടരുന്നുണ്ട്. ഈ ക്രമക്കേടിന്റെ ഭാഗമായ ആളുകൾ അവിടെ തുടരുന്നുണ്ട്. ഇന്നിപ്പോൾ ഇത്രയും വിവാദങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് ഒരാൾക്കെതിരെ നടപടിയെടുക്കുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ചർച്ച പി എസ് പ്രശാന്ത് അല്ല. 2019 ശരി, പുറകിലേക്ക് പോയി പ്രതിഷേധിക്കാം. നിങ്ങൾ സഭയിൽ എങ്ങനെ പെരുമാറണം, നിങ്ങൾ പുറത്തെങ്ങനെ പെരുമാറണം എഴുതി കൊടുക്കും. ജനമെല്ലാം കാണുന്നുണ്ട്. ജനം ഇവിടെ ആഗോള അരിപ്പ സംഘവും അവിടെ പൈസ പൊടിച്ചതും ഇവിടെ സ്വർണം പോയതും ജനം കാണുന്നുണ്ട്. അന്താരാഷ്ട്ര കോടതി കൊടുക്കണം, ഹേഗിൽ കൊടുക്കണം. ഈ വിജിലൻസ് കേസ് എവിടെ നടക്കുക? ഇനി കാണുന്നുണ്ട്. കണ്ട വിജിലൻസ് കോടതി തള്ളി. അപ്പൊ മാത്യു കൊള്ളാടൻ പറഞ്ഞു അപ്പീലിനുള്ള അധികാരമുണ്ട് ഹൈക്കോടതിയിൽ. ഹൈക്കോടതി തള്ളി. അപ്പൊ മാത്യു കൊള്ളാടൻ പറഞ്ഞു അപ്പീലിനുള്ള അധികാരം കിട്ടി. സുപ്രീം കോടതി അല്ലല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി അപ്പൊ പി എസ് പ്രശാന്തിനെതിരെ ഒരു പരാതിയും നിങ്ങൾക്കില്ല. ഉണ്ടെങ്കിൽ ഇപ്പൊ പറയൂ, നമുക്ക് ചർച്ച ചെയ്യാം.